ഹല്ലേലൂയ. വളരെ സന്തോഷവാനാണ് ഞാനിപ്പോൾ. കാരണം ഓരോ നിമിഷവും ആത്മീയ യാത്ര മുന്നോട്ടേക്ക് പോകും തോറും ഇതിൻ്റെ ആ ബ്യൂട്ടി മനസ്സിലാക്കുമ്പോൾ ജീവിതത്തിൽ ഒരു മെക്കാനിക്കൽ ലൈഫല്ല, പകരം ഒരു താല്പര്യത്തോടു കൂടിയുള്ള ഓരോ നിമിഷവും കൂടുതൽ താല്പര്യത്തോടു കൂടിയുള്ള ഒരു മൂവ്മെൻ്റാണ് സ്വർഗത്തിലെ ദൈവം എൻ്റെ അകത്ത് തരുന്ന ചിന്ത. ഗ്ലോറി. ഇന്നത്തെ രാവിലത്തെ സെക്ഷനിൽ വരാതെ ഈ സെക്ഷനിൽ തുടങ്ങിയ ആരെങ്കിലും ഉണ്ടോ ഈ കൂട്ടത്തിൽ? രാവിലത്തെ സെക്ഷനിലില്ല, ഈ സെക്ഷനിലാണ് തുടങ്ങുന്നത്. ആരുമില്ല. ഗ്ലോറി. പ്രിയരെ, നാം രാവിലത്തെ സെക്ഷനിൽ മനസ്സിലാക്കിയ ആ ഭാഗത്ത് ടൈറ്റിൽ നമ്മൾ ആരംഭിക്കുകയാണ്. കിങ്ഡം ഓഫ് ഗോഡ് ആൻഡ് ഇറ്റ്സ് വർക്കിംഗ് ത്രൂ മെൻ ഓൺ എർത്ത്. ഇതാണ് കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന ടൈറ്റിൽ. ദൈവരാജ്യവും അതിൻ്റെ പ്രവർത്തനം, മനുഷ്യനിലൂടെയുള്ള അതിൻ്റെ ഭൂമിയിലെ പ്രവർത്തനവും. ഇത് നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോൾ നമുക്ക് ദൈവരാജ്യം എന്താണെന്നും സുവിശേഷം എന്താണെന്നും നമ്മളുടെ പാർട്ട് അതിലെന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് ഇടയാകും. നമ്മളിത് മനസ്സിലാക്കുന്നില്ല എങ്കിൽ നമ്മളുടെ പുറകെ ദൈവം നമ്മളിലൂടെ സംസാരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന ജനത്തിന് ദൈവത്തിൻ്റെ ചിന്തകൾ എത്തിച്ചു കൊടുക്കുവാൻ ദൈവത്തിന് കഴിയില്ല. കാരണം ദൈവം ഭൂമിയിൽ ഇടപെടുന്നത് മനുഷ്യനിലൂടെയാണ്. ദൈവത്തിന് കഴിയാഞ്ഞിട്ടല്ല വേറെ മാർഗങ്ങൾ. പക്ഷേ ദൈവത്തിൻ്റെ വചനം പറയുന്നത് സ്വർഗം യഹോവയുടെ സ്വർഗമാണ്, ഭൂമിയെ ദൈവം മനുഷ്യർക്ക് കൊടുത്തിരിക്കുന്നു. ദൈവം മനുഷ്യർക്ക് തന്നിരിക്കുക. ദൈവം തൻ്റെ വചനങ്ങളൊക്കെയും, ദൈവത്തിൻ്റെ വചനം പറയുന്നു, ദൈവത്തിൻ്റെ നാമത്തിന് മുകളിൽ മഹിമപ്പെടുത്തിയിരിക്കുന്നു. നമ്മൾ സാധാരണ ചോദിക്കും ദൈവത്തിൻ്റെ നാമം ഏറ്റവും ഉയർന്ന നാമം എന്നല്ലേ? പക്ഷെ ദൈവം പറയുന്നു അല്ല, അതിൻ്റെ മുകളിൽ ഞാനൊന്ന് വെച്ചിട്ടുണ്ട്. അതെന്താ? ഞാൻ പറഞ്ഞ വചനങ്ങൾ തന്നെ. എൻ്റെ വചനങ്ങളെല്ലാം ഞാൻ എൻ്റെ നാമത്തിന് മുകളിൽ മഹിമപ്പെടുത്തിയിരിക്കുക. 138 സങ്കീർത്തനം നമുക്കത് കാണുവാൻ കഴിയും. ഗ്ലോറി. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞ വചനത്തിന് ദൈവം പറയാം ഞാനും കീഴ്പ്പെട്ടിരിക്കുന്നു. ഞാൻ എന്ത് പറഞ്ഞോ അത് പ്രാവർത്തിക തലത്തിൽ കൊണ്ടുവരുവാൻ ഞാനും ബാധ്യസ്ഥനാണ്. എൻ്റെ വചനം നിവർത്തിക്കേണ്ടതിന് ഞാൻ ജാഗരിക്കും. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്, ദൈവം പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ടോഗിൾ ചെയ്യത്തില്ല, മാറത്തില്ല. ദൈവം പറഞ്ഞാൽ അത് പറഞ്ഞത് തന്നെയാണ്. ദൈവത്തിൻ്റെ നിയമങ്ങൾക്കൊരു മാറ്റവും ഇല്ല. പാപത്തിൻ്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, പാപത്തിൻ്റെ ശമ്പളമാണ് മരണം. ഒരു പാപവും ചെയ്യാത്ത യേശുക്രിസ്തുവിന് എന്നാ സംഭവിച്ചു? മരണം സംഭവിച്ചു. ദൈവത്തിൻ്റെ വചനത്തിന് മാറ്റം വന്നുകൂടാ. ദൈവം എന്ത് ചെയ്തു? അതിനെ റിവർട്ട് ചെയ്തു, അതിനെ തിരിച്ചു. യേശുക്രിസ്തുവോ മരണപാശങ്ങളെ അഴിച്ച് ഉയർത്തെഴുന്നേറ്റു. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്, ദൈവത്തിൻ്റെ നിയമമേ നിലനിൽക്കൂ. ഗ്ലോറി. ദൈവത്തിൻ്റെ നിയമമേ നിലനിൽക്കൂ. ഭൗതിക തലത്തിൽ നാം എന്ത് കണ്ടാലും, ദൈവവചനം പറയുന്നതിൻ്റെ എത്ര ഓപ്പോസിറ്റ് നാം കണ്ടാലും, നാം വിശ്വാസത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ ദൈവം പറഞ്ഞത് സംഭവിക്കും. ദൈവം അത് കൊണ്ടു തരും. മനസ്സിലായോ? ഇതുകൊണ്ടാണ് യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത്, ഹി ഈസ് ദ ഓഥർ ആൻഡ് ഫിനിഷർ ഓഫ് ഫെയ്ത്ത്. വിശ്വാസത്തിൻ്റെ നായകൻ. ഗ്ലോറി. ഹല്ലേലൂയ. യേശുക്രിസ്തുവിൻ്റെ വിശ്വാസത്തിൻ്റെ നായകൻ. ഇതുകൊണ്ടാണ് അബ്രഹത്തെക്കുറിച്ച് പറയുന്നത് വിശ്വാസികളുടെ പിതാവ്. കാരണം എന്താ? ദൈവം പറഞ്ഞത് തൻ്റെ ജീവിതത്തിൽ നടന്നില്ല. 1 വർഷം കാത്തിരുന്നു, നടന്നില്ല. വേണമെങ്കിൽ വിശ്വാസത്തിന് പോ, ഇതൊക്കെ ചുമ്മാതാണ്. 2 വർഷം കാത്തിരുന്നു, നടന്നില്ല. 3 വർഷം കാത്തിരുന്നു, നടന്നില്ല. അടുത്ത ഉപവാസ പ്രാർത്ഥന വരെ കാത്തിരുന്നു, നടന്നില്ല. 10 വർഷം കാത്തിരുന്നു, നടന്നില്ല. 15 വർഷം കാത്തിരുന്നു, നടന്നില്ല. ഇതെന്തോ ഈ സംഭവം? ഒക്കെ വിശ്വാസത്തിൻ്റെ പോരാ. ഒരു വിശ്വാസത്തിൻ്റെ ഫൈറ്റ് ഓഫ് ഫെയ്ത്ത് എന്ന് ഇംഗ്ലീഷിൽ പറയും. വിശ്വാസത്തിൻ്റെ ഒരു യുദ്ധം നടക്കുക. 20 വർഷം കാത്തിരുന്നു, നടന്നില്ല.
നീണ്ട 25 വർഷം കഴിഞ്ഞപ്പോഴാണ് കാര്യം നടക്കുന്നത്. ഈ സമയമോ തൻ്റെ ശരീരവും തൻ്റെ ഭാര്യയുടെ ശരീരവും എല്ലാം ബലഹീനമായി. ഹല്ലേലൂയ. അപ്പോൾ പ്രിയരെ, ഇവിടെ നാം യേശുവിനെ നോക്കി മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു പക്ഷേ ഈ യാത്രയിൽ നമ്മളുടെ ചിന്തപ്രകാരമുള്ള കാര്യങ്ങൾ നടക്കാതിരിക്കുമ്പോൾ പലരുടെയും വിശ്വാസം തളർന്നുകൊണ്ടേയിരിക്കും. പക്ഷേ സ്വർഗത്തിലെ ദൈവം ഇപ്പോൾ നമ്മളെ കയറ്റുവാൻ പോകുന്ന മണ്ഡലം, അതിനെക്കുറിച്ചുള്ള യാഥാർത്ഥ്യം നാം മനസ്സിലാക്കുമ്പോൾ നമ്മൾ വിശ്വാസത്തിൽ ക്ഷീണിക്കുകയില്ല. അബ്രഹാമത്തിൻ്റെ ലെവലല്ല ഇന്ന് നമുക്ക്, അതിൻ്റെ അപ്പുറത്തെ ലെവലിലേക്ക് കർത്താവ് നമ്മളെ കൊണ്ടുവന്നു. പക്ഷേ ഇത് മനസ്സിലാകുന്നില്ല എങ്കിൽ നമുക്ക് ആ പഴയ തലത്തിൽ കിടന്ന് വട്ടം കറങ്ങുകയല്ലാതെ നമുക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റില്ല. നമ്മൾ രാവിലെ മനസ്സിലാക്കിയ കിങ്ഡം ഓഫ് ഗാഡ് ആൻഡ് ഇറ്റ്സ് വർക്കിംഗ് ത്രൂ മെൻ ഓൺ എർത്ത്, ഇതിലേക്ക് നമ്മൾ ആഴത്തിലേക്ക് കയറാൻ പോവുക. ഒരു നിമിഷം കണ്ണുകൾ അടച്ചാട്ടെ. ഞങ്ങളുടെ സ്വകീയ പിതാവ്, എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. അവനവൻ്റെ ഉള്ളിൽ ദൈവം തുറന്നു തന്നില്ല എങ്കിൽ ഒരു വിത്തും വീഴത്തില്ല. ഞങ്ങളുടെ സ്വകീയ പിതാവേ, ഡാഡി, അങ്ങ് ഓ റീപകാല റുക്കോലു റിക്കാത്തിന റുക്കോന്തോനി മാമ 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 കൂലു റീക്കാത്തിന. ഓ, ഞങ്ങളിലൂടെ ജീവിക്കുകയും നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ രാജ്യം അങ്ങയുടെ ദാസന്മാരുടെ ഉള്ളിൽ ഡിക്ലെയർ ചെയ്യുകയാ. അങ്ങയുടെ രാജ്യം, അങ്ങയുടെ കർത്തൃത്വം കർത്താവ് ഈ ഭൗതിക മണ്ഡലത്തിൽ ഡിക്ലെയർ ചെയ്യുകയാ. അങ്ങ് ജീവിച്ചാട്ടെ. ലുദിയയുടെ ഹൃദയം അങ്ങ് തുറന്നു കൊടുത്തതുപോലെ ഓ ലോർഡ്, അങ്ങയുടെ ദാസന്മാരുടെ ഹൃദയം അങ്ങ് തുറന്നു കൊടുത്താട്ടെ പിതാവേ. അങ്ങത് ചെയ്യുന്നതിനായി സ്തോത്രം. ഈ ശബ്ദപരിധിയിൽ കാഴ്ചപരിധിയിലുള്ള സകലരെയും അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാ. അങ്ങ് ജയമെടുത്തതിനായി സ്തോത്രം. അങ്ങയുടെ കുഞ്ഞുങ്ങളെ സ്വർഗരഹിതോ സഹായിച്ചതിനായി സ്തോത്രം ചെയ്തു. ഇവരെ മാത്രമല്ല കർത്താവേ, ഇവരിലൂടെ ആരെല്ലാം അങ്ങയുടെ വചനം കേൾക്കുന്നു അവരെല്ലാവരും ഇതേ ദർശനത്താൽ വെളിപ്പെട്ട് ദൈവരാജ്യം അവകാശമാക്കുവാൻ ഇടയാക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. ഈ ചെറിയ ഈ ഭൂയാത്ര ദൈവം നമുക്ക് അനുവദിച്ചിരിക്കുക. ഒരു ജന്മദിന വാതിലൂടെ നമ്മൾ കയറിയിരിക്കുന്നു. നമ്മുടെ ടൈമായിപ്പോൾ പത്രോസിൻ്റെയും യോഹന്നാൻ്റെയും മാർട്ടിൻ ലൂതറിൻ്റെയും ഒക്കെ ടൈം കഴിഞ്ഞു. ഇതിപ്പോൾ നമ്മുടെ ടൈമാണ്. നമ്മൾ ഈ യാത്രയിലാണ്. ഈ യാത്രയിൽ നാം പോയിക്കൊണ്ടിരിക്കുമ്പോൾ ജയം പ്രാപിച്ച യേശുവിനെ മാത്രം നോക്കുക. ആ യേശുവിൽ നിന്ന് മാത്രം എടുക്കുക. ചുറ്റും പ്രവർത്തിക്കുന്ന യൂണിറ്റുകൾ ഓൾമോസ്റ്റ് ഓൾ ഇസ് മൾഫങ്ഷനിങ്. മൾഫങ്ഷൻ ചെയ്യുന്ന യൂണിറ്റുകളെ നോക്കാതിരിക്കുക. പകരം ശരിയായി പ്രവർത്തിക്കുന്നതിനെ നോക്കുക. കഴിഞ്ഞ ചില ആഴ്ചകൾക്ക് മുമ്പ് ഞാനൊരു സ്വപ്നം കണ്ട, ഒരു വെള്ളിയാഴ്ച രാവിലെ എഴുന്നേൽക്കുന്നത്. അന്ന് ഇവിടെ ഞായറാഴ്ചയാണെങ്കിൽ ഗൾഫിൻ്റെ ദേശത്ത് വെള്ളിയാഴ്ചയാണ് അവിടുത്തെ ഞങ്ങളുടെ ആരാധന. രാവിലെ എഴുന്നേൽക്കുമ്പോൾ കർത്താവിൻ്റെ ഹൃദയത്തിൽ ഞാനൊരു ദർശനം കണ്ടു എഴുന്നേൽക്കുന്നത്. എൻ്റെ കയ്യിലൊരു പ്രത്യേക എക്യുപ്മെൻറ്റ് കിട്ടി. അപ്പോൾ ഞാനത് റെഡിയാക്കി, വർക്ക് ചെയ്യിപ്പിച്ച് റെഡിയാക്കി. അത് വർക്ക് ചെയ്യുന്നില്ലായിരുന്നു എൻ്റെ കൈ കിട്ടിയപ്പോൾ. റെഡിയാക്കി കഴിഞ്ഞപ്പോൾ അത് പ്രവർത്തിക്കാൻ തുടങ്ങി. അത് കറങ്ങുവാനായിട്ട് തുടങ്ങി. അപ്പോൾ ഞാനത് ശരിയായല്ലോ എന്നും പറഞ്ഞോട്ട് വെച്ചു. അപ്പോൾ ഇതേപോലെ വേറൊരു എക്യുപ്മെൻ്റ് കൂടി എൻ്റെ കൈ കിട്ടി. അതും റെഡിയാക്കി. അത് കറങ്ങി. അത് കറങ്ങിയപ്പോൾ അത് വളരെ പയ്യെ കറങ്ങുന്നു. ആദ്യത്തേത് ഉണ്ടാക്കിയപ്പോൾ വളരെ സ്പീഡിൽ കറങ്ങുന്നു. അപ്പോൾ ആദ്യത്തേത് റെഡിയാക്കി വെച്ചപ്പോൾ ഞാൻ ചിന്തിച്ചു ശരിയായല്ലോ. പക്ഷേ രണ്ടാമത്തെ ശരിയാക്കി വെച്ചപ്പോൾ ഞാൻ ചിന്തിച്ചു ഇതിപ്പോൾ ശരിയായോ. കാരണം ആദ്യത്തെ ശരിയാക്കി വെച്ചപ്പോൾ നല്ല സ്പീഡിൽ കറങ്ങുന്നു. രണ്ടാമത്തെ ശരിയാക്കി വെച്ചപ്പോൾ അത്ര സ്പീഡില്ല. അപ്പോൾ ആകപ്പാടെ എനിക്ക് പ്രശ്നമായി. ഇപ്പം ഇതിൽ ഏതാ ശരി? ആദ്യത്തേതാണോ ഇപ്പോൾ ശരി? രണ്ടാമത്തെ ശരിയാക്കിയാണോ ശരി? ഇനിയിപ്പോൾ എന്ത് ചെയ്യും ഇത് ഏതിലെ ശരിയെന്ന് അറിയാനായിട്ട്? ഇതിപ്പോൾ ഏതാ ശരിയെന്ന് അറിയാൻ വേണ്ടി ഇനി എന്നാ ചെയ്യും? അപ്പോൾ ഇത് ചിന്തിച്ചുകൊണ്ടാണ് ഞാൻ എഴുന്നേക്കുന്നത്. ഇത് കണ്ടോണ്ടാണ് എഴുന്നേക്കുന്നത്. അപ്പോൾ കർത്താവ് എൻ്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ചു, ഇത് ഏതാ ശരിയെന്ന് അറിയാനായിട്ട് ശരിയായി പ്രവർത്തിക്കുന്ന ഒരു മിഷൻ കൊണ്ടുവന്നാൽ മതി. ശരിയായി പ്രവർത്തിക്കുന്ന ഒരു മിഷനുമായിട്ട് കമ്പയർ ചെയ്താൽ അറിയാം ഇതിലേതാ ശരിയെന്ന്. മനസ്സിലായോ? ഇതുവരെ ശരിയായി പ്രവർത്തിച്ച ഒറ്റ മിഷനേ ഉള്ളൂ ഇവിടെ, കർത്താവായ യേശു. മനസ്സിലായോ? ദൈവപുത്രനായ യേശു. ആ യേശുവുമായി നമ്മളെ തുലനം ചെയ്യുക. വേറെ ആരുമായി നമ്മളെ തുലനം ചെയ്യാൻ പോകരുത്. ആ യേശുവുമായി നമ്മളെ തുലനം ചെയ്യുക. ഹല്ലേലൂയ.
യഥാർത്ഥത്തിൽ കളർ ഏതാണെന്ന് മനസ്സിലാകണമെങ്കിൽ ആദ്യം ഈ ക്യാമറയ്ക്കൊരു വിഷയമുണ്ട്. അതിന് ആദ്യം വെളുപ്പ് കാണിച്ചു കൊടുത്താൽ മതി. അതോടുകൂടെ അതിൻ്റെ പേരാണ് വൈറ്റ് ബാലൻസിങ് എന്ന് പറയും. വെളുപ്പ് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ള കളറൊക്കെ അതോട് പിടിച്ചെടുത്തോളും. പക്ഷേ നമ്മൾ വെളുപ്പാന്ന് പറഞ്ഞ് വേറൊരു കളർ കിட்ட കാണിച്ചു കൊടുത്താറുണ്ടല്ലോ, അത് മൊത്തം തെറ്റിപ്പോവും. അപ്പോൾ ആദ്യം തന്നെ വൈറ്റ് പേപ്പർ നമ്മൾ മുമ്പിൽ വെച്ചിട്ട് അതിൻ്റെ ആ അപ്പർച്ചർ അവിടെ കൊണ്ടുവന്നിട്ട് ഒരു ബട്ടണുണ്ട്, അന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ പുറത്തുള്ള യഥാർത്ഥ വെളുത്ത കളറ് ക്യാമറ ഒപ്പി അകത്തേക്ക് എടുക്കും. എന്നിട്ട് അത് വൈറ്റാക്കി വെച്ചിട്ടാണ് അത് മറ്റ് കളറുകളെ സെൻസ് ചെയ്യുന്നത്. ഇതേപോലെ ആദ്യം തന്നെ റൈറ്റായിട്ടുള്ള ക്രിസ്തുവിൻ്റെ പാറ്റേൺ അത് നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ ബാലൻസ് എല്ലാം ശരിയാവും. അതില്ലയോ എല്ലാം തെറ്റും, അവിടെ ഇവിടെയൊക്കെ തെറ്റും. നമ്മൾ തെറ്റായതിൻ്റെ മുകളിൽ കെട്ടി പൊക്കും. അതിൻ്റെ ഫലം എന്നാണെന്നറിയാമോ? നോ റിസൾട്ട്. നോ റിസൾട്ട്. റിസൾട്ട് ഇല്ലെങ്കിൽ എന്ത് പറ്റുമെന്നറിയാമോ? പിന്നെ റിസൾട്ട് ഉണ്ടെന്ന് കാണിക്കാനുള്ള അവതരണങ്ങളാണ്. കാരണം മറ്റുള്ളവരുടെ മുമ്പ് പിടിച്ചു നിൽക്കണ്ടേ. അതോടുകൂടെ എല്ലാം തെറ്റും. അതോടുകൂടി സ്വർഗത്തിൽ നമ്മളെ വെട്ടും. കാരണം കർത്താവ് യേശു ക്രിസ്തു മത്തായി 23-ാം അധ്യായത്തിൽ പരീശന്മാരെ നോക്കി പറയുന്നൊരു കാര്യമുണ്ട്. നിങ്ങൾ വളരെയധികം വചനം പ്രസംഗിക്കുകയും പാട്ടുപാടുകയും ശുശ്രൂഷിക്കുകയൊക്കെ ചെയ്യുന്നവരാ, പക്ഷെ സ്വർഗത്തിൽ നിങ്ങൾ വെട്ടിയിട്ടേക്കണവരാ. പക്ഷെ ഇവരറിയുന്നില്ലത്. കർത്താവ് പറയാണ്, നിങ്ങൾ കരയും കടലും കടന്ന്, ഇപ്പം ഞാൻ ചെയ്തേക്കണം, ഞാൻ കടലിൽ കടന്ന് വന്നേക്കുക, കരയും കടലും കടന്ന്